നമസ്കാരം. ലോകചരിത്രത്തെ മാറ്റിമറിച്ച ഏറ്റവും വലിയ ജനകീയ പോരാട്ടങ്ങളിലൊന്നായിരുന്നു ചൈനീസ് വിപ്ലവം. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന രാജഭരണത്തിനും വിദേശാധിപത്യത്തിനും അറുതിവരുത്തി ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി ചൈന മാറിയ കഥയാണത്. 1911 മുതൽ 1949 വരെ നീണ്ടുനിന്ന സംഘർഷഭരിതമായ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ചൈനീസ് വിപ്ലവത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യമായി സിൻഹായ് വിപ്ലവത്തിൽ നിന്നും തുടങ്ങാം. ചൈനയുടെ വിപ്ലവ ചരിത്രം തുടങ്ങുന്നത് 1911 സിൻഹായ് വിപ്ലവത്തോടെയാണ്. ചിങ് രാജവംശത്തിന്റെ ദുർഭരണത്തിന് കീഴിലായിരുന്ന ചൈനയെ മോചിപ്പിക്കാൻ ഡോക്ടർ സൺ യാത്-സെന്നിൻ രംഗത്തുവന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജഭരണം അവസാനിക്കുകയും ചൈന ഒരു റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. സൺ യാത്-സെന്നിനെ നാം ആധുനിക ചൈനയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. എന്നാൽ 1911 വിപ്ലവം ചൈനയിൽ പൂർണ്ണമായ സമാധാനം കൊണ്ടുവന്നില്ല. തുടർന്ന് അധികാരത്തിനായി രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വലിയ പോരാട്ടം ആരംഭിച്ചു. ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള കോമിൻതാങ് പാർട്ടി KMTയും മാവോ സെതൂങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CCP. ഈ രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള കടുത്ത ആഭ്യന്തര യുദ്ധത്തിനാണ് പിന്നീട് ചൈന സാക്ഷ്യം വഹിച്ചത്. പിന്നീട് അങ്ങോട്ട് നടന്നൊരു ചരിത്ര സംഭവമാണ് ലോങ് മാർച്ച്. ചൈനീസ് വിപ്ലവത്തിലെ ഏറ്റവും സാഹസികമായ അധ്യായമായിരുന്നു ലോങ് മാർച്ച്. കോമിൻതാങ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ മാവോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സൈന്യം 10,000-കണക്കിന് കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ചു. പട്ടിണിയും തണുപ്പും ശത്രുക്കളുടെ ആക്രമണവും അതിജീവിച്ച് നടത്തിയ ഈ യാത്ര മാവോ സെതൂങ്ങിനെ ഒരു അജയ്യനായ നേതാവായി ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ ചൈനയെ ആക്രമിച്ചപ്പോൾ ആഭ്യന്തര ശത്രുക്കൾ ഒന്നിച്ചുവെങ്കിലും യുദ്ധശേഷം വീണ്ടും ഏറ്റുമുട്ടി. ഒടുവിൽ കർഷകരുടെയും സാധാരണക്കാരുടെയും പിന്തുണയോടെ മാവോയുടെ കമ്മ്യൂണിസ്റ്റ് സൈന്യം വിജയം കൊയ്തു. ചിയാങ് കൈഷക്കും കൂട്ടരും തായ്വാനിലേക്ക് പലായനം ചെയ്തു. 1949 ഒക്ടോബർ 1 ബീജിംഗിലെ ടിയാനൻമെൻ ചത്വരത്തിൽ വെച്ച് മാവോ സെതൂങ് പ്രഖ്യാപിച്ചു. ചൈനീസ് ജനത എഴുന്നേറ്റു നിൽക്കുന്നു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന പിറവിയെടുത്തു. ചൂഷണങ്ങൾക്കും വിദേശാധിപത്യത്തിനും അന്ത്യം കുറിച്ച് സോഷ്യലിസത്തിന്റെ പാതയിലൂടെ ചൈന പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ന് നാം കാണുന്ന കരുത്തയായ ചൈനയുടെ അടിത്തറ പാകിയത് ഈ വിപ്ലവമാണ്. ലോകരാഷ്ട്രീയത്തെ ഇന്നും സ്വാധീനിക്കുന്ന ആ വിപ്ലവ ചരിത്രം നമുക്ക് നൽകുന്നത് പോരാട്ടത്തിന്റെ വലിയ പാഠങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ചരിത്രകഥയുമായി വീണ്ടും കാണാം. നന്ദി.